വിദേശ പര്യടനത്തിലാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണും മനസ്സും കേരളത്തിലാണ്. ശബരിമല കൊള്ളയിൽ അന്വേഷണത്തിന്റെ ഒരു കണിക പോലും CPM-ലേക്ക് എത്താതിരിക്കാൻ UAE-യിലിരുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പിണറായി അതിന്റെ ആദ്യ പണിയാണ് K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത്. ഇതുകൂടാതെ മറ്റൊരു കടുത്ത നടപടിയും പിണറായി സ്വീകരിച്ചിരിക്കുന്നു. ശബരിമല കൊള്ളയിൽ SIT സംഘം AKG സെന്ററിലേക്ക് ഇരച്ചെത്താതിരിക്കാൻ ഒരു ചാവേറിനെ ഇട്ടുകൊടുക്കണം. പോറ്റിയോ മുരാരി ബാബുവോ ചാവേറായാലും ജനം വിശ്വസിക്കില്ല. കൊള്ളയ്ക്ക് പിന്നിലെ വൻപന്മാരെ തേടുന്ന മലയാളിക്ക് പിന്നിലേക്ക് N. വാസുവിനെ ഇട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ തീരുമാനം. പിണറായിയുടെ വിശ്വസ്തനാണ് വാസു. അതുതന്നെയാണ് മുതൽക്കൂട്ടാവുന്നതും. വിശ്വസ്തന്മാരെ ചാവേറാക്കുന്നത് പിണറായിയുടെ ചതുരംഗക്കളിയിലെ നയമാണ്. അതായത് മറ്റൊരു ശിവശങ്കരനാണ് N. വാസു. CPM പേടിയിൽ ഉന്നതരിലേക്കുള്ള പേര് വാസു പറയില്ല. മകരവിളക്കിന് മുമ്പ് ശബരിമലയിൽ വമ്പൻ ടെസ്റ്റുകൾ പലതും അരങ്ങേറും. CPM ആണ് കഴിഞ്ഞ 10 വർഷമായി ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ഇവരുടെ പദ്ധതിയിലാണ് ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിക്കപ്പെട്ടത്. എന്നാൽ നടന്ന കൊള്ളകളൊക്കെ അതാത് കാലം ബോർഡ് ഭരിച്ചവരുടെ തലയിൽ വ്യക്തിപരമായി ചാരിയിരിക്കുകയാണ് പിണറായി സർക്കാർ. അതായത് സ്വർണം കട്ടത് പത്മകുമാറും വാസുവും പ്രശാന്തുമാണെന്ന് CPM വരുത്തി തീർത്തിരിക്കുന്നു. ഇതിൽ പാർട്ടി പൂർണ്ണമായും കൈകഴുകി തനിക്കോ തന്റെ സർക്കാരിനോ കൊള്ളയിൽ ഒരു റോളുമില്ല എന്ന് മുഖ്യമന്ത്രി വരുത്തി തീർക്കുന്നു. വാസുവിനെ ചാവേറാക്കുന്നതിലൂടെ വിശുദ്ധനാകാനാണ് പിണറായി വിജയനും CPM കണക്കുകൂട്ടുന്നത്. കൂട്ടത്തിലുള്ള ഒരുത്തൻ കൊള്ള നടത്തിയിട്ടും ഈ സർക്കാർ നടപടി എടുത്ത് അയാളെ തൂക്കി അകത്തിട്ടു എന്ന പ്രതീതി ഉണ്ടാക്കണം. ശബരിമലയിൽ വിശ്വാസം സംരക്ഷിച്ചു എന്ന് വരുത്തി തീർത്ത് കയ്യടി വാങ്ങണം. അതിനുള്ള കളിയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. കൈവിട്ട കളി കളിക്കുകയാണെങ്കിൽ വാസുവിനെ വരെ അറസ്റ്റ് ചെയ്യാൻ CPM അനുവദിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ചില സൂചനകൾ പുറത്തു വരുന്നത്. അതിനു മുകളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ജയകുമാറിനെ നിയമിച്ചതോടെ വിഷയം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പിണറായി. അതായത് ഇനി സർക്കാരിന് നേരെ ചോദ്യം ഉയരരുത്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഒറ്റയടിക്കില്ലാതാക്കാൻ ജയകുമാറിന്റെ നിയമനം വഴി പിണറായിക്ക് സാധിച്ചു. ഇത്രയും തന്ത്രപ്രധാനമായി പ്രവർത്തിക്കാൻ പിണറായിക്ക് കഴിഞ്ഞതിൽ അത്ഭുതം കൂറുന്നവരുണ്ട്. ആരുടെ ഉപദേശപ്രകാരമായാലും ഇത്തരമൊരു തീരുമാനം പിണറായിയെ തൽക്കാലത്തേക്ക് രക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ AKG സെന്ററിൽ ശബരിമല വിഷയത്തിൽ ചില നിർണായക ചർച്ചകൾ നടന്നു എന്നാണ് വിവരങ്ങൾ. പോറ്റിയും മുരാരി ബാബുവിനെയും തൂക്കി SIT വാസുവിലേക്ക് അടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഹൈക്കോടതി പിടിമുറുക്കിയപ്പോൾ SIT പ്രതിസന്ധിയിലായി. പിന്നാലെയാണ് AKG സെന്ററിൽ നിർണായക ചർച്ചകൾ നടന്നത്. അതായത് വാസുവിനെ തൂക്കിയെടുക്കാൻ AKG സെന്ററിൽ നിന്ന് അനുമതി കിട്ടിയെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നാലെ SIT വാസുവിനും പത്മകുമാറിനും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയക്കുന്നു. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇരുവരെയും അല്ലെങ്കിൽ വാസുവിനെങ്കിലും അറസ്റ്റ് ഉണ്ടാകും. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിൽ വിശ്വാസ സമൂഹം ഇടഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകൾ അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ കണ്ണടയ്ക്കാൻ സർക്കാരിനോ CPM-നോ കഴിയില്ല. അതുകൊണ്ട് തന്നെ വാസു ചാവേറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. SIT-യുടെ ക്ഷമ പരീക്ഷിച്ച വാസുവിനും പത്മകുമാറിനും വെള്ളിടിയാണ് വെട്ടിയിരിക്കുന്നത്. ഉടൻ ഓഫീസിൽ എത്തിയിരിക്കണമെന്ന SIT-യുടെ ഇൻഡാസ് വാസു പത്മകുമാർ കൂട്ടരുടെ കുടുംബത്തിലെത്തിയിട്ടുണ്ട്. സർക്കാർ കാവലുണ്ടാകുമെന്ന ഓവർ കോൺഫിഡൻസുമായി വിലസിയ ദേവസ്വം ഏമാന്മാരുടെ ആപ്പീസ് പൂട്ടിയിട്ടുണ്ട് പിണറായി. മുൻപ് അന്വേഷണ സംഘം ചോദിച്ച റിപ്പോർട്ടുകൾ കൊടുക്കാതെ ദേവസ്വം ബോർഡ് ധാർഷ്ട്യം കാണിച്ചപ്പോൾ ഒടുക്കം SIT ബോർഡ് ആസ്ഥാനത്ത് ഇരച്ചുകയറി റിപ്പോർട്ടുകൾ കണ്ടുകെട്ടിയിരുന്നു. അതേപോലെ ഹാജരാകാതെ മുങ്ങിയ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച വാസുവിനോട് SIT ഒറ്റ ഡയലോഗ്: ഉടൻ എത്തിയില്ലെങ്കിൽ വീട്ടിൽ കയറി തൂക്കും. ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ SIT നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പത്മകുമാറിന് നേരത്തെ SIT നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അസൗകര്യം അറിയിച്ച് ഒഴിഞ്ഞുമാറി. ഇനി സമയം നൽകാൻ കഴിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതകൾ ഏറെയാണ്. താമസിയാതെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തേക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് വാസു. ഈ സാഹചര്യത്തിൽ വാസുവിനെതിരായ നീക്കം അതിനിർണായകമാണ്. CPM നേതാവാണെങ്കിലും പത്മകുമാർ നിലവിൽ പാർട്ടിയുമായി അകൽച്ചയിലാണ്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കണ്ടെത്തുന്നതിനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്നാണ് മുൻ ബോർഡ് അംഗം N. വിജയകുമാർ മൊഴി നൽകിയത്. ഉദ്യോഗസ്ഥരും തന്ത്രയും പറയുന്നതാണ് ചെയ്യുന്നതെന്നായിരുന്നു ബോർഡ് 3 അംഗം ശങ്കർദാസിന്റെയും മൊഴി. പത്മകുമാറും ഇത്തരത്തിൽ മൊഴി നൽകാനാണ് സാധ്യത. എല്ലാവരും വിരൽ ചൂണ്ടിയിരിക്കുന്നത് വാസുവിലേക്കാണ്. വാസു ദേവസ്വം കമ്മീഷണർ കൂടിയായിരുന്നു. ഈ സമയത്ത് ചില കുറിപ്പുകൾ വാസുവും എഴുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യായം ഇനി വാസുവിന് പറയാനാകില്ല. വാസുവിനെതിരെ എന്ത് നടപടി SIT എടുക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വാസുവിന് മുകളിലെ ഒരു പേരും ഇതുവരെ ആരുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നിട്ടില്ല. എല്ലാവരും വാസുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്നുകിൽ പേടിച്ചിട്ട് ഇവരാരും മറ്റു പേരുകൾ പറയുന്നില്ല, അല്ലെങ്കിൽ വാസുവിനെ മാത്രമേ കൊള്ളയിൽ ഇവർക്ക് അറിയൂ. വാസുവിനെ മുന്നിൽ നിർത്തി കളിച്ചവർ പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സാരം. അടപടലം പെട്ടിരിക്കുന്നത് വാസു മാത്രമാണ്. ഇതാണ് CPM അവസരം
ആക്കുന്നതും ഇനിയൊരു CPM-കാരന്റെ പേര് പുറത്തു വരാതിരിക്കാൻ വാസു തന്നെ ചാവേറാകണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പുതുതായി സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് തീരുമാനമെടുക്കാനായി പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നിട്ടുണ്ട്. ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. SP-മാരായ ശശിധരൻ, P. വിജോയ്, മറ്റുദ്യോഗസ്ഥർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. അന്വേഷണ സംഘം ബുധനാഴ്ച ഹൈക്കോടതിയിൽ അന്വേഷണ പുരോഗതി സമർപ്പിക്കും. വാസുവിന്റെ അറസ്റ്റ് വൈകുന്നതിനെ പറ്റി കോടതി ചോദ്യം ചെയ്തിട്ടുണ്ടാകും. അതാണ് SIT തിടുക്കപ്പെട്ടതിലേക്ക് കടക്കുന്നത്. ജയകുമാറിനെ ബോർഡ് പ്രസിഡന്റാക്കി ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയെന്ന് വരുത്തി സേഫ് സോണിലായിരിക്കുകയാണ് പിണറായി. വാസു മകത്താവുന്നതോടെ ശബരിമല ചാപ്റ്റർ ക്ലോസ് ചെയ്യാമെന്ന കണക്കൂട്ടലാണ് പിണറായി. ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ജയകുമാറിന്റെ നിയമനം വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയക്കാരനല്ലാത്തതിനാൽ കോടതിയെ ബഹുമാനിച്ച് ജയകുമാർ മുന്നോട്ട് പോകും. ഇത് കോടതിയുടെ ജോലികൾ എളുപ്പമാക്കും. ഇത്രയും കാലം മലീനസമായിരുന്ന ഒരു സംവിധാനത്തെ 3 വർഷം കൊണ്ട് ജയകുമാറിനെ നന്നാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. ആർക്കും നന്നാക്കാൻ കഴിയാത്ത വിധത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാസാമാസം ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന കൈക്കൂലി പണത്തെക്കുറിച്ച് മനസ്സിലാക്കിയാലും ജയകുമാറിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ? കാരണം ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയാൽ വീണ്ടും ഈ പറയുന്നത് പോലെ ദേവസ്വം ബോർഡിൽ CPM-ന്റെ അതിപ്രസരം ഉണ്ടാകും. അതിനെ എങ്ങനെ ജയകുമാർ നേരിടും? തിരുട്ട് ഗ്രാമത്തിലെ അന്തേവാസികളെ വെല്ലുന്ന നന്ദൻകോട്ടെ ദേവസ്വം ആസ്ഥാനത്തുള്ളവർ ജയകുമാറിനെ കൂടി അഴിമതിക്കാരനാക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവരായതുകൊണ്ട് അവർ ശബരിമലയിലെ വാതിൽപ്പാളി വരെ അടിച്ചു മാറ്റിയത്. ജയകുമാർ പകുതി വഴിയിൽ പാട്ട് നിർത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി ജില്ലാ ജഡ്ജിയെ ജയകുമാർ വിശ്വാസത്തിലെടുക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. കാരണം അദ്ദേഹത്തെ മാത്രമാണ് ഹൈക്കോടതിക്ക് വിശ്വാസം. എന്നാൽ ജഡ്ജി ഒഴിവാക്കിക്കൊണ്ട് ഇത്രയും കാലം ബോർഡ് പ്രവർത്തിച്ചു. സർക്കാരിന് ജഡ്ജിയെ വിശ്വസിക്കാൻ താല്പര്യമില്ല. ജയകുമാർ സർക്കാർ താല്പര്യം കണക്കിലെടുക്കുമോ എന്ന് കണ്ടറിയണം. വിശ്വാസം സംരക്ഷിക്കുമെന്നാണ് ജയകുമാർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസ സംരക്ഷണം എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കി തന്നെ കാണണം. അതുകൊണ്ട് തന്നെ വാക്കുകളൊന്നും കേൾക്കാതെ ശബരിമലയിൽ ആശ്വാസം അല്ലെങ്കിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ജയകുമാർ പ്രവർത്തിക്കും. ശബരിമലയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ചില തിരുത്തലുകൾ വേണ്ടിവരും. അതിനുള്ള പുതുവഴിയാണ് ദേവസ്വം ബോർഡ് ചെയർമാനാക്കിയ ജയകുമാറിനെ നിയമിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം. ദേവസ്വം ബോർഡ് പ്രൊഫഷണൽ ആകണമെന്നത് നിയുക്ത പ്രസിഡന്റ് തന്നെ പറയുകയാണ്. താൻ അങ്ങോട്ട് ചെന്ന് വെട്ടാക്കുളം വെട്ടുമെന്നൊന്നും പറയുന്നില്ല. കയ്യെത്തും ദൂരത്തുള്ള തീർത്ഥാടനം കുറ്റമറ്റമാക്കുന്നതിലാണ് ആദ്യ ശ്രദ്ധ. ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകി തീർത്ഥാടന കേന്ദ്രാതീതമായ തീർത്ഥാടന കാലം അതാണ് ലക്ഷ്യമെന്നാണ് ജയകുമാർ പറയുന്നത്. ദേവസ്വം ബോർഡ് എന്ന ഉപകരണത്തിലൂടെ മാത്രമേ എല്ലാം ചെയ്യാനാകൂ. ആ ഉപകരണത്തെ ഭംഗിയാക്കി ജീവനക്കാർക്ക് പരിശീലനം നൽകി വിശാല കാഴ്ചപ്പാടിൽ ബോർഡിനെ പ്രൊഫഷണലാക്കണം. പരിശീലനം, ഓഡിറ്റ്, അക്കൗണ്ടബിലിറ്റി, അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ, സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം സ്ഥാപനത്തെ ആധുനികമാക്കുക എന്നതാണ് വെല്ലുവിളിയായി ഏറ്റെടുക്കേണ്ടത്. അഴിമതി നടത്തണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത സംവിധാനം ഉണ്ടാകണം. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ സ്വർണം എല്ലാം സൂപ്പർ സേഫ് എന്ന് ഭക്തരോട് പറയാൻ സാധിക്കണം. അതാണ് അന്തിമ സന്ദേശം. ഭക്തരുടെ വിശ്വാസം നിലനിർത്തുക എന്നത് പ്രധാനമാണ്. വിശ്വാസം കുറച്ച് നഷ്ടമായി. ദേവസ്വത്തിലുള്ള വിശ്വാസം വീണ്ടെടുക്കണം. രാഷ്ട്രീയമല്ല, ആർത്തിയാണ് പ്രശ്നം. അല്ലെങ്കിൽ ആരെങ്കിലും സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ട് പോകുമോ എന്നും വിമർശിച്ചുകൊണ്ട് ജയകുമാർ ചോദിക്കുന്നുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി പ്രകാരം സംഭാവന സ്വീകരിക്കാം. അത് എന്ത് ചെയ്യുന്നു എന്ന പണം നൽകിയവർ ചോദിക്കുമ്പോൾ ഉത്തരം നൽകണം. പ്രസിഡന്റ് പദവി പ്രതീക്ഷിച്ചതല്ല. അമ്മയെ തല്ലിയാൽ 4 അഭിപ്രായമുള്ള എന്തെങ്കിലും തർക്കമുള്ള കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നത് ചെറിയ കാര്യമല്ല. അംഗീകരിക്കുന്നു തിരിച്ചറിയുമ്പോഴും ഈ അംഗീകാരം ഉണ്ടാകണം. വേറെ താല്പര്യങ്ങളില്ല, ബന്ധപ്പാടുകളുമില്ല. ലളിതമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ജയകുമാർ പറയുന്നത്. കാത്തിരുന്ന് കാണാം ദേവസ്വം ബോർഡ് സേഫ് സോണിലാണോ എന്നുള്ളത്.